രാജ്യത്ത് തന്നെ നടപ്പായ ഈ നയം ആദ്യം മാറ്റം കുറിക്കുന്നത് കേരളത്തിലാണ്. അതിനിടയാക്കിയത് 1957 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം, 56 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം 57 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചു. ആ ഗവൺമെൻറ്റാണ് അതേവരെ രാജ്യത്താകെ നടപ്പാക്കി വന്ന പോലീസ് നയത്തിൽ സാരമായ മാറ്റം വരുത്തുന്നത്. എന്തായിരുന്നു ആ മാറ്റം? ഒന്ന് ലോക്കപ്പുകളെ കുറിച്ച് തന്നെയായിരുന്നു, മറ്റൊന്ന് തൊഴിൽ സമരങ്ങളിലുള്ള പോലീസ് ഇടപെടലിനെ കുറിച്ചായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ ആളുകളോട് പെരുമാറണമെന്നതിനെക്കുറിച്ച് അടക്കമായിരുന്നു. ഇതെല്ലാം സമൂഹം പൊതുവിൽ സ്വീകരിച്ച മാറ്റങ്ങളായിരുന്നു. പക്ഷെ നമുക്കറിയാലോ, ആ ഗവൺമെൻറ് 2 വർഷമല്ലേ നിന്ന്. അത് കഴിഞ്ഞ് അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയതിലേക്കല്ലേ തിരിച്ചു പോയത്. ലോക്കപ്പ് ഇടിമുറികളാക്കി മാറ്റിയില്ലേ? നമ്മുടെ നാട്ടിലെ സമീപനത്തിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസങ്ങൾ കാണേണ്ടത്. കോൺഗ്രസിൻ്റെ സമീപനമല്ല ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പോലീസ് എന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സേനയാണ്. ആ വലിയ സേനയിൽ ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളതല്ല സ്വീകരിച്ചത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചത്. ഇവിടെ ഏറ്റവും ഒടുവിൽ VS നടത്തിയ പ്രസംഗം ഒരു ബഹുമാന്യായ അംഗം ഉദ്ധരിക്കുന്നതായിട്ട് കേട്ടു. ആരെ ചൂണ്ടിയാണ് ആ പ്രസംഗിച്ചത്? നിങ്ങളെ, കോൺഗ്രസിനെ, UDF-നെ, UDF-ൻ്റെ മുഖ്യമന്ത്രിയെ. ആ കാലമടക്കം ഏറ്റവും ഒടുവിലുള്ള 2011-16 അടക്കമുള്ള ആ കാലമടക്കം നിങ്ങൾ സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമാണ് VS-ന് ചൂണ്ടി പറയേണ്ടി വന്നത്. അതല്ലേ വസ്തുത? എന്താണ് അതിലുള്ള വ്യത്യാസം? നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പോലീസിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു. ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചേരിപിടുത്തത്തിൻ്റെയും മത്സരത്തിൻ്റെയും കഥകൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കവരെ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അവരെ പലതരത്തിലും ഉപയോഗിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ മാറ്റം വരുത്താനാണ് അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലെല്ലാം LDF സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ
സമഗ്രമായ ഒരു നിയമം തന്നെ വന്നു. ആ നിയമം രാജ്യത്ത് തന്നെ മാതൃകയായ ഒരു നിയമമായിരുന്നു. നമുക്ക് അതിന് ശേഷമുള്ള കാലയളവ്, ആ കാലയളവിലും നിങ്ങൾ സ്വീകരിച്ച നില പഴയ നില തന്നെയാണ്. എന്നാൽ 2016 ശേഷം ഞങ്ങൾ സ്വീകരിക്കുന്ന പൊതുവായ നിലയുണ്ട്. ആ നില തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി എന്നത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇവിടെ ചില സംഭവങ്ങൾ നേരത്തെ എടുത്തു പറയുകയുണ്ടായി. ഞാനതിൻ്റെ ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ നടപടികളായിരുന്നു നടന്നിരുന്നതെന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി. സർ, ഈ നാട്ടിൽ പോലീസിനെ ഗൂണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റിയത് ആരായിരുന്നു? ഇതൊക്കെ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമാണോ? പോലീസ് ഗൂണ്ടകൾ കയ്യിൽ പരസ്യമായൊരു ബാഗ് എടുത്ത് പോവുകയാണ്. ആ ബാഗിൽ ബോംബുകളുണ്ട്, കൊടുവാളുകളുണ്ട്. അതിൻ്റെ പിന്നാലെ പോലീസ് അകമ്പടി പോവുകയാണ്. ലക്ഷ്യം വെക്കുന്നത് ചില വീടുകളായിരിക്കും, ചില പ്രവർത്തകരെയായിരിക്കും. അങ്ങനെ ലക്ഷ്യം വെച്ചത് ഞങ്ങളുടെ പ്രവർത്തകരെയായിരുന്നു. ഈ കേരളത്തിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പൂർണ്ണ സംരക്ഷണത്തോടെയായിരുന്നു അത്തരം അതിക്രമങ്ങൾ നടന്നിരുന്നത്. ബോംബിൻ്റെ സംസ്കാരം ആദ്യം കൊണ്ടുവന്നതും ഈ വഴിയിലാണ്. സർ, നമ്മുടെ നാടിൻ്റെ ചരിത്രം എടുത്താൽ നമ്മുടെ നാട് വളരെ സമാധാനപ്രിയരായ ഒരു നാട്ടുകാരായിരുന്നല്ലോ. എന്തെങ്കിലും ബഹളമോ മറ്റ് വാക്തർക്കങ്ങളോ ഒക്കെ ഉണ്ടായാലൊരു തള്ളലും മറ്റും ഉണ്ടാകുക. ഏറി വന്നാൽ ഉപയോഗിക്കുന്ന ഒരു ആയുധത്തെ പറ്റി അന്ന് കേൾക്കുന്നത് ചില ചെറിയ കത്തികളാണ്. അത് ബോംബിലേക്ക് മാറ്റിയതാരാണ്? പിന്നീട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് വേറൊരു കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ RSSൻ്റെ കാലം വന്നപ്പോൾ പിന്നീട് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിന് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ മാറ്റം നിങ്ങളാണ് വരുത്തിയത്. അന്ന് അതിൻ്റെ കൂടെ അകമ്പടി സേവിക്കുകയായിരുന്നു പോലീസ് അത്തരം ഗുണ്ടകൾക്ക്. എന്തിനാണത്? ഈ പറയുന്ന പ്രവർത്തകരെ ആക്രമിക്കാൻ പോകുമ്പോൾ, ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ പോകുമ്പോൾ ആ പ്രവർത്തകരിൽ തിരിച്ചൊന്നും ഉണ്ടാകാതിരിക്കണം. അതിൻ്റെ ഉറപ്പിനാണ് പോലീസ് അവരെ പിടിച്ചോളും. എന്തെല്ലാം നെറികേടുകൾ കണ്ടതാണ് നമ്മൾ. അതെല്ലാം കണ്ടൊരു നാടല്ലേ ഇത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന ഘട്ടത്തിലൊന്നും അത് ആവർത്തിക്കാനല്ല ശ്രമിച്ചത്. അത് നിങ്ങളുടെ സംസ്കാരം, ആ സംസ്കാരത്തിൽ നിന്ന് മാറി പുതിയൊരു സംസ്കാരം പടുത്തുയർത്താനാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി നല്ല മാറ്റം
കേരളത്തിൽ പോലീസിനുണ്ടായി എന്ന് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. സർ, ഇപ്പോൾ അടുത്ത ദിവസം വന്ന ഒരു കോടതി വിധി നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചല്ലോ. അതേതായിരുന്നു അത്? ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന സംഭവം. ആ പ്രതികളെയെല്ലാം മോചിപ്പിക്കുന്ന നിലവന്നു. വലിയ തോതിൽ സമൂഹ മനസാക്ഷിയെ വേദനിപ്പിച്ചൊരു സംഭവമാണത്. സർ, അമ്മയ്ക്കുള്ള ഓണക്കോടിയും വാങ്ങി പാർക്കിലിരിക്കുന്ന ഉദയകുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ ഉദയകുമാറാണ് പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്നത്. ഇവിടെ അന്ന് അവിടുത്തെ പോലീസ് ഒരു വ്യാജ FIR തയ്യാറാക്കി. മോഷണക്കുറ്റം ഇയാളിൽ ചുമത്താൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ഉദയകുമാറിൻ്റെ തുടകളിൽ, ഉള്ളംകാലിൽ അടിയേറ്റ പാടുകളുണ്ടായിരുന്നു. അത് ത്വക്ക് രോഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ഉരുട്ടിയ അതിൻ്റെ ക്രൂരതയെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. സർ, നമ്മുടെ സംസ്ഥാനത്ത് അതുപോലുള്ള എത്രയെത്ര ക്രൂരമായ സംഭവങ്ങൾ. ആ സംഭവങ്ങൾ നടന്നപ്പോൾ അത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ആളുകളെ, ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത്. അവിടെയാണ് വ്യത്യാസം. സമീപനത്തിലാണ് വ്യത്യാസം. ആ സംരക്ഷിക്കുന്ന സമീപനം അത് ഞങ്ങളുടെ ഭാഗത്തില്ല. ഇത്തരത്തിലുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ അതിക്രമങ്ങൾക്കെതിരെ കർക്കശമായ നടപടി എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. 2006 ഞങ്ങൾ പോലീസിനൊരു പുതിയ മുഖം നൽകാനാണ് ശ്രമിച്ചത്. ജനമൈത്രി പോലീസ് എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടായി. നല്ല മാറ്റം ആ കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. സർ, അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ ജനമൈത്രി സ്വഭാവം നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം 2006-11 കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് 2016 ആ 2016 ശേഷമുള്ള പോലീസിൻ്റെ ഇടപെടൽ, നിപ്പ ബാധിച്ച ഘട്ടം, നമ്മുടെ പ്രളയഘട്ടം, 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുടെ ഘട്ടം. സർ, അതിൻ്റെ തുടർച്ചയായി വന്ന കോവിഡ് മഹാമാരിയുടെ ഘട്ടം. വളരെ വ്യത്യസ്തമായൊരു മുഖമാണ് കേരള പോലീസിന് ആർക്കും ദർശിക്കാനായത്. അത് ജനോന്മുഖമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി താല്പര്യപൂർവം ഇടപെടുന്ന
പോലീസുകാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.